പട്ടാമ്പിയിൽ നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം, ലക്ഷക്കണക്കിന് രൂപയുടെ വയറിംഗ് സാമഗ്രികൾ കവർന്നു. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി മഞ്ഞളുങ്ങലിൽ പുലാക്കൽ അർസാലിന്റെയും ചുങ്കവനത്ത് സാലിഹിന്റെയും നിർമ്മാണം നടക്കുന്ന വീടുകളിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നതെന്നാണ് വിവരം. അർസാലിന്റെ വീട്ടിൽ പെരുന്നാൾ കഴിഞ്ഞ് പണിക്കാർ ജോലിക്കായി എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. നിർമ്മാണ പ്രവർത്തികൾക്കായി മോട്ടോർ ഓണാക്കിയപ്പോൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വയറുകൾ മോഷ്ടിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. തെളിവ് നശിപ്പിക്കാനായി വീടിനുള്ളിൽ മുളകുപൊടിയും വിതറിയിട്ടുണ്ട്. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മഞ്ഞളങ്ങലാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയറിംഗ് ഒക്കെ ഫുള്ളായിട്ട് ഏകദേശം തീർന്നൊരു മട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നിലവിൽ ഇവിടെ പണിക്കാരൊന്നും 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് വന്ന് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ, അതായത് 11-ാം തീയതിയോ 12-ാം തീയതിയോ ഒരു ദിവസത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കാലത്ത് വന്ന് മോട്ടർ അടിക്കാൻ നോക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ സ്വിച്ച് ബോർഡെല്ലാം തകർത്ത് വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വയറിംഗ് ചെയ്ത് വെച്ച വയറുകളെല്ലാം വലിച്ച് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട് അവർ. അടുത്തിടെയാണ് 2 വീടുകളിലും വയറിംഗ് കഴിഞ്ഞത്. വീട്ടുകാരുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. അതാണ് നമ്മുടെ വയറിങ്ങുകളെല്ലാം ഇനി ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ വയറിംഗറിനെ വിളിച്ചിട്ട് ആളുടെ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് തന്നിരിക്കുന്നത് 2-2.5 ലക്ഷം രൂപ വരെയുള്ള നഷ്ടങ്ങളാണ് ആൾ എസ്റ്റിമേറ്റ് ഇട്ട് തന്നിരിക്കുന്നത്. അതായത് ഇതുവരെ ചെയ്ത നഷ്ടങ്ങളും അപ്പോൾ കൊടുത്ത പണിക്കൂലി അപ്പോൾ കൊടുത്ത വയറുകളും. ഇനി ആ വയറുകളൊന്നും ഉപയോഗശൂന്യമായി. വീണ്ടും ആ വയറുകളൊക്കെ വാങ്ങിക്കണം. വീണ്ടും ആ പണിക്കൂലി ഡബിൾ വരും. കാരണം സ്ട്രൈറ്റ് ആയിട്ട് ഇനി ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് പൊളിച്ചിട്ട് സീലിംഗ് അടക്കം പൊളിച്ചിട്ട് വേണം ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ അത് അത്രയും നഷ്ടം, നമുക്ക് 2-2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. അപ്പോൾ നമുക്കുണ്ടായത് ഇനി ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ, അതാണ് ഇപ്പം നമ്മുടെ ഒരു ഇത്. വയർ മോഷണം പോയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഇനി വീണ്ടും വയറിംഗ് നടത്താൻ ചുമരുകളും സീലിംഗും വീണ്ടും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയുമാണ്. തൃത്താല അത്താണിയിലും നേരത്തെ സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. കേരള വിഷൻ, പട്ടാമ്പി.